സൗണ്ട് ഒക്കെ റെഡിയാണോ? ഹലോ 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 ഹലോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? റെഡിയാണോ? യെസ്, എന്തൊക്കെയാടാ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. സൗണ്ട് കേൾക്കുന്നില്ലേ? റെഡിയല്ലേ? സെറ്റല്ലേ? സെറ്റാണോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇല്ലടാ, സൗണ്ട് കേൾക്കുന്നില്ലേ? റെഡിയല്ലേ? ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിലൊക്കെ പറയോ. എന്താടാ ഇത്? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? സൗണ്ട് ഉണ്ടല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻട്രോ വീഡിയോ കാണാം. യെസ് ഗൈസ്, നോക്കൂ. نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر. യെസ്, അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതടാ മക്കളെ, 3ാം ക്ലാസ്സിന്റെ 2ാമത്തെ യൂണിറ്റ് ആണ്. അറബിയുടെ 2ാമത്തെ യൂണിറ്റ് ഇന്ന് നമ്മൾ പറയും. വഹദത്തു സാനിയ 2ാമത്തെ യൂണിറ്റ് നമ്മൾ ഇന്ന് പറഞ്ഞങ്ങോട്ട് എന്തൊക്കെ ആക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കും. ഒന്നെങ്കിലും നിങ്ങൾക്ക് തിരിയോ അല്ലെങ്കിൽ തിരിയാണ്ട് രണ്ടിൽ ഏതെങ്കിലും ഒരു കോലത്തിൽ നമ്മൾ ആക്കും. ഓക്കെ, റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? നമ്മൾ തുടങ്ങട്ടെ. എല്ലാവരും ഒരു ലൈക്കിൽ നമുക്ക് ലൈക്ക് ഉണ്ടാവില്ലേ? എല്ലാവരും ഒരു ലൈക്ക് ഇട്ടോളൂ. ലൈക്കിൽ നമുക്ക് തുടങ്ങാം. യെസ് യെസ്. പിന്നെ നമ്മളുടെ പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതിൽ കമന്റ് ഇടാൻ വേണ്ടി പറ്റൂ കേട്ടോ. അതായത് ശ്രദ്ധിച്ചോളൂ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് കമന്റ് ഇടാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കമന്റുകളൊക്കെ ഇടാം, കാര്യങ്ങളൊക്കെ പറയാം. യെസ്, എന്താ വിളിക്കേണ്ടത്? നഷ്വാനബ. ഹായ് നഷ്വാനബ. പിന്നെന്താ സിദ്റത്തുൽ മുൻതഹയൊക്കെ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം മക്കളെ. നിങ്ങൾ സെറ്റ് അല്ലേ? അപ്പൊ നേരെ നമ്മൾ തുടങ്ങിയാലോ? കൂടുതലൊന്നും വേണ്ട. ബാബുർ റഹ്മ നമ്മളുടെ പാഠത്തിന്റെ പേരാണ് മക്കളെ. ബാബുർ റഹ്മ എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ വാതിലാണ് അല്ലെ? റഹ്മത്തിന്റെ വാതിലാണ്. എന്താണ് റഹ്മത്ത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ? റഹ്മത്ത് കരുണ കാണിക്കണം നമ്മൾ അല്ലെ? കരുണ കാണിക്കണം. നമ്മൾ പുറത്തു പോകുന്ന പൂച്ചയൊക്കെ കണ്ടാൽ കല്ലെടുത്തെറിയണം അല്ലെ? പൂച്ചയൊക്കെ കണ്ടാൽ, കാക്കയൊക്കെ കണ്ടാൽ കല്ലെടുത്തെറിയണം. ഒരാള് റോഡ് കടക്കാനൊക്കെ നോക്കുമ്പോൾ അയാളെ സഹായിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ആളുകളോട് കരുണ കാണിക്കുക അല്ലെ? മറ്റുള്ളവനെ, നമ്മുടെ ക്ലാസ്സിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നവന് പിന്നെ എന്തെങ്കിലും ഭക്ഷണമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കാണ്ട് നിൽക്കുക, ഓനെ കണ്ട് കുത്തുക, നുള്ളുക, പറിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് കരുണ അല്ലേ? ആണോ അല്ലേ? അതാണോ അല്ലെങ്കിൽ ഇതാണോ? ഏതാണ് കരുണേടാ? ഏതാണ് കരുണ? നമ്മൾ കാരുണ്യവാനാവണം വേണ്ടേ? കാരുണ്യവാനാവണം ഇല്ലേ? വേണം. നമ്മൾ കാരുണ്യവാനാവണം വേണ്ടേ? നിങ്ങൾ റെഡിയല്ലേ? ക്ലാസ് കേൾക്കാൻ റെഡിയല്ലേ? എന്നാൽ നമ്മൾ പറയുന്നത് എന്താ? കാരുണ്യവാനാവണം എന്നുള്ളതാണ്. ബാബുർ റഹ്മ എന്ന് പറഞ്ഞാൽ അതാണടാ. ബാബു എന്ന് പറഞ്ഞാൽ വാതിലാണ്, റഹ്മ എന്ന് പറഞ്ഞാൽ കാരുണ്യമാണടാ. കാരുണ്യത്തിന്റെ വാതിലാണ് അല്ലെ? അപ്പൊ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. ഒന്നാമത് തന്നെയായിട്ട് ഇവിടെ നമ്മളൊരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ എന്തൊക്കെയാ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അല്ലെ? ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നത് ഒരു കുട്ടിയെ കാണുന്നുണ്ട്. ഇവിടെ 2 പട്ടി ഇതും ഒരു കുട്ടിയാടാ. ഇതും ഒരു കുട്ടിയാണ്, ഇത് വേറൊരു കുട്ടിയാണ് ഇല്ലേ? ഇവിടെ പട്ടിയൊന്നുമില്ല. ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ചെറിയൊരു കിളിയുണ്ട് ഇല്ലേ? അവിടെ ചെറിയൊരു കിളിയുണ്ട്. ആ കിളിയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? ഒരു കിളിയെ ഇവിടെ കാണുന്നുണ്ട്, ഒരു കുട്ടിയെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ 2 കുട്ടികളുണ്ട് അല്ലെ? ഇവിടെ നിൽക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ, അത്യാവശ്യം ഒരു വലിയ കുട്ടിയാണ്. ആ കുട്ടി എന്ത് ചെയ്യാണ്? ഈ കിളിക്ക് ഒരു കുട ചൂടിക്കൊടുക്കുകയാണ്. എന്തിനാണ് കിളിക്ക് കുട ചൂടിക്കൊടുക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ചെയ്യോ? കിളിക്ക് നമ്മൾ എന്തെങ്കിലും കുടകളൊക്കെ നമ്മൾ ചൂടിക്കൊടുക്കുവോ? ഇല്ലല്ലോ. നമ്മൾ കിളിക്ക് കുടയും കിളിയും കൂടി മിക്സ് ആയിട്ട് കിടിന്നായി പോയതാ. അങ്ങനെയല്ല, കിളിക്ക് നമ്മൾ എന്ത് ചെയ്യണം? കുട ചൂടിക്കൊടുക്കണം. എന്താണത്? എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലേ? കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാനിത് ആദ്യമായിട്ട് വായിക്കാണ്. എന്തായാലും നമുക്ക് നോക്കാം.
എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് അവിടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടിയാണ്. ആരുടെ സുഹൃത്താണ്? ആരുടെയും സുഹൃത്തൊന്നല്ല. അവിടെ ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നടാ. അവര് റോഡ് കടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവിടെ ഉള്ള ഒരു കുട്ടി എന്ത് ചെയ്യാണ്? റോഡ് കടക്കാൻ വേണ്ടി അവരെ സഹായിക്കും. അതാണ് അവിടെ ചെയ്യുന്നത്. അല്ലെ. അതവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു സഹായമാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമത്തത് നോക്കൂ അവിടെ ഒരു ചെറിയൊരു കുട്ടിക്ക് എന്ത് ചെയ്യാണ്? ചെറിയൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ഫഖീറായിട്ടുള്ള പാവപ്പെട്ട ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാണ്? ആ കുട്ടി ഭക്ഷണം കൊടുക്കുകയാണ് അല്ലെ. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാണുന്നില്ലേ നിങ്ങൾ അല്ലെ? പാവപ്പെട്ട ആ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാണ്? ഭക്ഷണം കൊടുക്കുകയാണ്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തതിലേക്ക് നമ്മൾ പോകുമ്പോ ഇവിടെ ഒരു എന്താ നിങ്ങൾ കാണുന്നില്ലേ? നോക്കൂ. ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഒരു കുട്ടി ആ ഒരു വലിയാപ്പയെ അല്ലെങ്കിൽ ഒരു വലിയച്ഛനെ കാണുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ സീറ്റ് എന്ത് ചെയ്യാണ്? ഒഴിഞ്ഞു കൊടുക്കുകയാണ്. എന്താ ഒഴിഞ്ഞു കൊടുക്കുന്നത്? സീറ്റ് എന്ത് ചെയ്യുന്നു? സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞു. നമ്മൾ നേരെ പോവുകയാണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അടുത്തയിലേക്ക് പോവാണ്. അടുത്തയിലേക്ക് പോകുമ്പോൾ ഇവിടെ കാണുന്നത് ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഒരു കുട്ടി അവരുടെ വലിയുമ്മയെ അല്ലെങ്കിൽ അവരുടെ അമ്മമ്മയെ എന്ത് ചെയ്യാണ്? ഒരു കുർസിയിൽ മുത്തഹരിക്ക, അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു വീൽ ചെയറിൽ ഇരുത്തിയിട്ട് അവരെന്ത് ചെയ്യാണ്? അവരെ മുന്നോട്ട് ഇങ്ങനെ നടത്തിച്ചു കൊണ്ടുപോകാണ്. നടത്തിച്ചിട്ടല്ല കൊണ്ടുപോകുന്നു, ഉന്തി കൊണ്ടുപോകാണ്. അതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തയിലേക്ക് നോക്കൂ. അടുത്തത് ഇവിടെ നമ്മുടെ കോഴിക്കുഞ്ഞാണ്. കോഴിക്കുഞ്ഞും കോഴി അമ്മയെയും നിങ്ങൾ കാണുന്നുണ്ട്. കോഴി അമ്മയെയും കോഴി കുഞ്ഞിനെയും നിങ്ങൾ കാണുന്നുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇല്ലേ? കോഴിക്കുഞ്ഞുങ്ങളെ എന്താ ചെയ്യുന്നത്? കോഴിക്കുഞ്ഞുങ്ങളെ അവര് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നോട്ട് ദ പോയിന്റ്, സംരക്ഷണം. അത് കഴിഞ്ഞിട്ട് അടുത്തതില് ഇവിടെ ഒരു ഡോഗിനെ കാണുന്നുണ്ട്, ഒരു പട്ടിയെ കാണുന്നുണ്ട്. ആ പട്ടിക്ക് എന്ത് കൊടുക്കുന്നു? വെള്ളം കൊടുക്കുന്നു അല്ലെ. ഇതൊക്കെ എന്താടാ? ഇതൊക്കെ ഓരോരോ നല്ല കാര്യങ്ങളാണ് അല്ലെ. നല്ല കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അല്ലാണ്ട് മോശം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ആകാശത്തുള്ളോൻ, ആകാശത്തുള്ളോൻ? ദൈവമുണ്ട്, പഠിച്ചോനുണ്ട്, അള്ളണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇല്ലേ. അപ്പൊ ആകാശത്തുള്ളവൻ നിങ്ങളോട് എന്ത് ചെയ്യും? നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പറയാം. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് എന്ത് ചെയ്യും? നിങ്ങളോട് കരുണ കാണിക്കും എന്ത് ചെയ്യാണ്? പറയാം. അങ്ങനെയാണ് സംഭവം. അത് കഴിഞ്ഞു. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. അമലുൻ റായിഉൻ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രവൃത്തി. നല്ല അമൽ അല്ലേ. എന്തോ ഒരു സംഭവമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രവൃത്തി ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ എന്താ പ്രവൃത്തി നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഉമ്മയെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഉമ്മയുടെ ഒരു കുട്ടിയെ കാണുന്നുണ്ട് അല്ലെ. ഇവിടെ നമ്മൾ ഒരു ഉമ്മയെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഉമ്മയെ ഒരു കുട്ടിയെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ മക്കളെ? നോക്കടാ മക്കളെ. ഇതിന്റെ അകത്തൊക്കെ നോക്ക്. കാണുന്നില്ലേ? ഇവിടെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പോ ഒന്നാമത് തന്നെയായിട്ട് ഇവിടെ സഈദും അതേപോലെ തന്നെ ഉമ്മുവാണ്. സഈദിന്റെ ഉമ്മുവാണ്. സഈദും അതേപോലെ തന്നെ സഈദിന്റെ ഉമ്മയുമാണ്. എന്താ എന്നുള്ളത് നമ്മൾ നോക്കാം അല്ലേ. സഈദ് പറയാണ് അസ്സലാമു അലൈക്കും. സഈദ് എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും എന്ന് പറയാണ് സഈദ്. അപ്പൊ പറയുന്നത് ഒരു കോൺവെർസേഷൻ തുടങ്ങും. മക്കളെ, ഇമ്പോർട്ടന്റ് കോൺവെർസേഷൻ പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കോൺവെർസേഷൻ തുടങ്ങുമ്പോടാ മക്കളെ നോക്കിക്കോ. ഒരു കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ എന്തായാലും അതിലൊരു സലാം ഉണ്ടാവും. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം കൈഫൽ ഹാൽ സൈൻ അൽഹംദുലില്ലാ ശുക്രൻ അഫ്വൻ ജസാക്കുമുല്ലാഹു ഖൈർ. ഇതൊക്കെ ഒരു കോൺവെർസേഷനിൽ ഉണ്ടാവും. ഈ സാധനത്തിന് ഒരു പേരും പറയും. ആ സാധനത്തിന്റെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിൽ അല്ലെ. കലിമാത്തു തഹ്രീബിയ അല്ലെ. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കില്ലേ കലിമാത്തു തഹ്രീബിയ? ഇതുവരെ നിങ്ങൾ കേട്ടില്ലല്ലോ അങ്ങനെ ഇല്ലേ? ഓടടാ ചക്കന്മാരെ. രണ്ടാം ക്ലാസ്സിന്റെ അറബിയിൽ പഠിച്ചിട്ടുണ്ട്. രണ്ടാം ക്ലാസ്സിന്റെ അറബിയില് ഒന്നാമത്തെ യൂണിറ്റില് പട്ടം പറക്കുന്ന ഒരു ചങ്ങായി ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? ആ ചങ്ങായിന്റെ ആ ഒരു കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കലിമാത്തു തഹ്രീബിയകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ട്. നമ്മൾ എഴുതിയിട്ടുണ്ടടാ. ഒക്കെ ചെയ്തിട്ടുണ്ട്. പോവാണ്. നമ്മൾ അടുത്തേക്ക് പോവാണ്. ഉമ്മ പറയാണ് അസ്സലാമു അലൈക്കും. സഈദാട്ടോ പറയുന്നത്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. ഉമ്മ എന്താ പറയുന്നത്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി യാ ബുനയ്യ ലിമ തഅഖർത. അല്ല പൊന്നു മോനെ, നീ എന്താ നേരം വയ്യേ? ചോദിക്കൂലേ?
ഇനി എന്തിനാ നേരം വൈകിയേ? വൈകാണ് ഇനി എന്തിനാടാ ചങ്ങായി ഇത്ര നേരം വൈകി? കഴിഞ്ഞ് എത്ര നേരം എന്നെ കാത്തുക്കുന്നു? നമ്മളമ്മമാരൊക്കെ അങ്ങനെ ആയിരിക്കില്ലേ? അമ്മമാരൊക്കെ അങ്ങോട്ട് പോവാ, എന്നെ ഞാൻ കാത്തു നിൽക്കണം, അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, അല്ലെ ഉപ്പ ഇങ്ങോട്ട് വരട്ടെ, ഓണ്ടോണം എനിക്ക് തരാൻ. അങ്ങനെയാ എന്തിനാടാ നേരം വൈകിയത്? അപ്പൊ ഞാൻ എന്താ ഒരു ചെറിയൊരു ഫർഹിനെ കണ്ടു. ഒരു കിളിക്കുഞ്ഞുണ്ടായിരുന്നേ. അത് എബുക്കി കരയുന്നുണ്ടായിരുന്നു. ഫിൽ മത്തർ. എവിടുന്നാ കരയുന്നത്? ആ മഴയത്ത് നനഞ്ഞ് കുളിച്ചിട്ട് ആ കിളി എന്ത് ചെയ്യാണ്? ഇങ്ങനെ കരയാണ്. കീ 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 എന്ന് പറഞ്ഞ് കരയാണ്. ഉമ്മ ചോദിച്ചു ഐന 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 ചോദിച്ചാൽ എന്താടാ? ഐന ചോദിച്ചാൽ എന്താ? ഐന ചോദിച്ചാൽ എവിടെ? അപ്പൊ പറഞ്ഞാണ് തഹ്ത ശജറ. എവിടെയാണ്? തഹ്ത ശജറ. മരത്തിന്റെ ചോട്ടില് മരത്തിന്റെ ചോട്ടിൽ ഒരു കിളി ഉണ്ടായിരുന്നു. ആ കിളി ഇങ്ങനെ കരഞ്ഞണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഉമ്മ നേരം വൈകിയത്. അപ്പൊ ഉമ്മ ചോദിക്കൂ മാസാബഹു, എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. സഖത്ത മിനൽ ഉഷ്. സഖത്ത അത് വീണ്. എവിടുന്നാ വീണ്? സഖത്ത മിനൽ ഉഷ്. അത് എവിടുന്നാടാ വീണത്? അത് ഉഷിൽ നിന്നാണ് വീണത്. യർതജിഫു മിനൽ ബർദ്. അങ്ങനെ എന്ത് ചെയ്യാണ്? അത് ഒരു തണുപ്പത്തെല്ലാം കൂടെ അത് തണുപ്പത്തെല്ലാം കൂടെ അത് ഭയങ്കരമായിട്ട് തണുത്ത് വിറച്ച് ഇങ്ങനെ എന്തൊക്കെയോ കിടുകിട് അങ്ങനെയല്ലേ നമ്മൾക്കില്ലേ? തണുത്ത് വിറച്ച് കഴിഞ്ഞാൽ നമ്മളെന്താവും? കിടുകിട് അങ്ങനെ ഒച്ച ഉണ്ടാവും. അങ്ങനെയല്ലേ? അതന്നെ അസംഭവം തന്നെ. യെസ്. നീ എന്താ ചെയ്തേ? നീ എന്താ ചെയ്തേ? അപ്പൊ പറയാണേ ഞാൻ അതിനൊക്കെ ഒന്ന് എടുത്തിട്ട് റെഡിയാക്കിയിട്ട് അതിനൊക്കെ കൂട്ടിലേക്ക് അങ്ങോട്ട് വെച്ച് അല്ലേ? അപ്പൊ പറയാണ് നീ ചെയ്ത അമല് എന്ന് പറയുന്നത് അടിപൊളി അമല, ഉഷാറ്, പൊളി, ഏറ്റവും നല്ല കാര്യമാണ് നീ ചെയ്തത്. ജസാഖുല്ലാഹു ഖൈറൻ. ദൈവം എന്ത് ചെയ്യട്ടെ? നിന്നെ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ ദൈവം നിനക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ആമീൻ വയ്യാക് അല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം അവിടെ അവസാനിക്കുകയാണ്. അടുത്തതായിട്ടാ മക്കളെ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് കലിമാത്ത് തഹ്ദീബിയകൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. നോക്കി വെച്ചോ, ഈ സാധനം പരീക്ഷയ്ക്ക് വരും. ഇമ്പോർട്ടന്റ് ആണ്. കലിമാത്ത് തഹ്ദീബിയകൾ എന്തായാലും പരീക്ഷയ്ക്ക് വരും. ഉറപ്പാണ്. അത് പഠിക്കൽ നിർബന്ധമാണ്. കലിമാത്ത് തഹ്ദീബി, ഇതിൽ തന്നെ കലിമാത്ത് തഹ്ദീബി ഒരുപാട് നമ്മൾ പറയുന്നുണ്ട് ഇല്ലേ? ഒന്ന് നോക്കൂ. അസ്സലാമു അലൈക്കും, അത് നമുക്കറിയാം അല്ലേ? പിന്നെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, അത് നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ? പിന്നെ ഇവിടെ പറയുന്നത് എന്താ? അമലുൻ റാഇഉൻ, അത് വേണം ഒരു കലിമാത്ത് തഹ്ദീബിയായി വേണം ഉപയോഗിക്കാം. നല്ല അടിപൊളി പ്രവൃത്തി അല്ലേ? ഉഷാറാണ് അല്ലേ? ഉഷാറാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ, അതൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കലിമാത്ത് തഹ്ദീബിയകളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഒരുപാട് കലിമാത്ത് തഹ്ദീബിയകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, കൈഫൽ ഹാൽ, സൈൻ അൽഹംദുലില്ലാ, പിന്നെന്താ? സുബ്ഹാനൽ ഖൈർ, സുബ്ഹാനൻ നൂർ, മസാഉൽ ഖൈർ, മസാഉൻ നൂർ, പിന്നെ ശുക്രൻ, അഫ്വൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ ഈ ഒരു പാഠത്തുനിന്ന് നമുക്ക്, ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഈ ഒരു സാധനം, അതായത് ഒരു ഹിവാർ ഉണ്ടാക്കാൻ ചോദിക്കാം. ഹിവാർ പൂരിപ്പിക്കാൻ, ഉണ്ടാക്കാനൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഹിവാർ ഇങ്ങനെ തന്നിട്ട് പൂരിപ്പിക്കാൻ ചോദിക്കാം. അതേപോലെ തന്നെ കലിമാത്ത് തഹ്ദീബികൾ എന്തായാലും നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം ഉറപ്പാ. പഠിക്കാണ്ട് അങ്ങോട്ട് പോണ്ട. പോയിട്ടുണ്ടെങ്കിൽ പോണ്ടോ? പഠിക്കാണ്ട് പോണ്ടോ? അടുത്തത് ചെറിയൊരു ഹിവാറാണ്. ഇങ്ങനെ ഹിവാർ തരാം. ആ ഹിവാർ ചിലപ്പോൾ നമ്മളോട് പൂരിപ്പിക്കാൻ വേണ്ടി പറയാം. കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ടിട്ട് അല്ലേ? ദാരിസും മുദരിസുമാണ്. കുട്ടിയും കുട്ടിന്റെ അച്ഛനാണോ? അല്ലടോ, കുട്ടിന്റെ മാഷ് അല്ലേ? കുട്ടിന്റെ ടീച്ചറും കുട്ടിയും തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും അല്ലേ? അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, ലിമ തഅഖർത, എന്താ നേരം വയ്യേ? വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം, ലിമ തഅഖർത, നീ എന്താ നേരം വൈകിയത്? അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? ഡാഷ് റജുലൻ മിസ്കീനൻ, ഞാൻ ഒരു മിസ്കീനായിട്ടുള്ള ഒരു റജുലിനെ കണ്ടു അല്ലേ? അത് നമുക്ക് മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എവിടെയാ? ഇവിടെ നോക്കൂ. ഈ ഒരു സംഭവം റഅയ്തു അല്ലേ? റഅയ്തു, ഞാൻ കണ്ടു അല്ലേ? റഅയ്തു, ഈ സാധനം സെയിം സാധനം താഴോട്ട് എഴുതി കൊടുക്കാനുള്ളൂ അല്ലേ? റഅയ്തു അല്ലേ?
ഞാൻ എന്ത് ചെയ്തു, ഞാൻ കണ്ടു റജുലൻ മിസ്കീനൻ, ഒരു മിസ്കീനായിട്ടുള്ള ഒരാളെ ഞാൻ എന്ത് ചെയ്തു, കണ്ടു എന്ന് പറയാണ് അല്ലെ. അപ്പൊ എന്തോ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ആയിട്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതിന്റെ ഒരു സൈഡിലായിട്ട് ഒരു പാവപ്പെട്ട ഒരാൾ, ഒരു വയസ്സായിട്ടുള്ള ഒരാൾ, മിസ്കീനായിട്ടുള്ള ഒരാൾ അവിടെ അങ്ങനെ നിൽക്കുന്ന ഞാൻ കണ്ടു. അതാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇന്ദ മൗഖിഫിൽ ഹാഫില എന്നാണ് ഉത്തരം അല്ലെ. അവിടെ ഒരു സ്ഥലത്ത്. അപ്പൊ എവിടെ എന്നാണ് അല്ലെ. എവിടെ എന്നുള്ള അറബിയിൽ എന്താണോ പറയാ, എവിടെ എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാ, ഐന അല്ലെ. അപ്പൊ നമ്മളിവിടെ എഴുതി കൊടുക്കാം ഐന. ഐന എന്ന് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി കൊടുക്കാം അല്ലെ. ഇന്ദ മൗഖിഫിൽ ഹാഫില പറഞ്ഞു. അടുത്തത് എന്തോ ഒരു ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട് അല്ലെ. അതിനായിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭക്ഷണം എന്ത് ചെയ്യാണ്, അവർക്ക് കൊടുക്കുകയാണ് അല്ലെ. അപ്പോ നീ എന്താ ചെയ്ത് അല്ലെ, നീ എന്താ ചെയ്തെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് അല്ലെ. എന്താ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. എന്നിട്ട് നീ എന്താ ചെയ്ത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം നീ എന്താ എന്നിട്ട് ചെയ്ത് അല്ലേ. ഇവിടെ കൊടുക്കാം അല്ലേ. അല്ലേ നീ എന്താ ചെയ്ത് അല്ലേ. നീ എന്ത് ചെയ്തു. അപ്പൊ പറഞ്ഞു എന്റെ ഭക്ഷണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്നാണ് അല്ലെ. അമലുൻ അല്ലെ. അമലുൻ ഇതൊക്കെ ഈസിയാണ്, മോളിലുള്ള അതേ സംഭവം തന്നെ. അമലുൻ റായിഉൻ അല്ലെ. പിന്നെന്താ ഇവിടെ വേണമെങ്കിൽ നമുക്ക് മുകളിൽ പറഞ്ഞ പോലെ ജസാക്കുമുല്ലാഹു ഖൈറൻ അല്ലെ. ഈ ഒരു വാക്ക് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ജസാക്കല്ലാഹു ഖൈറൻ. ഈ ഒരു സംഭവം സെയിം സാധനം വേണമെങ്കിൽ താഴോട്ട് എഴുതി കൊടുക്കാം. ജസാക്കല്ലാഹു ഖൈർ, ജസാക്കല്ലാഹു ഖൈർ അല്ലെ. പിന്നെ ശുക്രൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അഫ്വൻ എഴുതുക എന്നുള്ളതാ. ആ ഒരു സംഭവമില്ല, അഫ്വൻ എഴുതി കൊടുക്കുക, അതിലാണ് തീരും. ശുക്രൻ പറഞ്ഞ അടുത്ത പരിപാടി അഫ്വൻ എഴുതുക. ശുക്രൻ പറഞ്ഞു കഴിഞ്ഞാൽ അഫ്വൻ എഴുതിക്കോളൂ അല്ലെ. ഓക്കെ റൈറ്റ്. അപ്പൊ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് മക്കളെ. ഇതേപോലെയുള്ള ഒരു കോൺവെർസേഷൻ പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാ. സെറ്റാണോ? ഇത് സെറ്റാണോ? റെഡി അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടുള്ള ഒരു ലൈക്ക് ഇടൂ. കുറച്ചാളേ ഉള്ളൂ, എന്നാലും ഒരു ലൈക്ക് ഇട്ടോളൂടാ. ഒരു ലൈക്ക് ഇട്ടോളൂ. കുറച്ചാളെങ്കിൽ ഒരു ലൈക്ക് ഇട്ടോളൂ. കമന്റ് ലൈവ് കമന്റിൽ ഇടടാ. ലൈവ് കമന്റിൽ ഇട്. ലൈക്ക് ഇടടാ. ലൈക്ക് ഇട്. കാട്ടുമേല ഓക്കെ റെഡി. അപ്പൊ നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. ഇവിടെ ബുൽബുലിന്റെ ഒരു ചെറിയൊരു പദ്യം കൊടുത്തിട്ടുണ്ട്. അൽ ബുൽബുൽ സുഈർ എന്ന് പറഞ്ഞിട്ട് ബുൽബുലിന്റെ ചെറിയൊരു പദ്യം കൊടുത്തിട്ടുണ്ട് അല്ലെ. ബുൽബുലുൻ ഫിൽ ഉശ്ശി യഹ്യാ. ഞാൻ ഈ പദ്യം ചെറുക്കനത് വായിച്ചു പോകുന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് പാട്ട് പാടാനൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കുക കേട്ടോ. നഅമ റീശി സുഈർ ബഅദ ഹീനിൻ علمته أمه كيف يطير فهوى قرب سعيد موجع الساقي كثير وسعيد في حنان حمل الطير والسعير قال ربي جد عليه بشفاء يا قدير. ഈ കവിത എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് പാടി. എന്റെ മാതിരി ഞാൻ അത് കൊളാക്കിയതാ പാടിയിട്ട്. എനിക്ക് കവിത പാടാൻ അറിയണേ, അത് കൊളാക്കിയതാ പാടിയിട്ട്. നല്ല വൃത്തിയിൽ യൂട്യൂബിലൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കേട്ടു നോക്കി സെറ്റാക്കി റെഡി. അപ്പൊ നമ്മൾ നേരെ താഴോട്ട് പോവാണ്. ഇവിടെ നമ്മളോട് നുറത്തിബു കലിമാതിക മാഫി മന്നു അല്ലെ. ഈ ഒരു പ്രവർത്തനം നമ്മളോട് ഇവിടെ വേണ്ടി ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നഖറഉ വനക്തുബു ഫിൽ ഖത്വി വജമീൽ അല്ലെ. ഇവിടെ നമ്മളോട് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു വർക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ നുഇദുൽ ബയാൻ കമാ ഫി മിസാൽ അല്ലേ. അൽ ബുൽബുൽ സുഈർ യഹ്യാ ഫിൽ ഉശ് അല്ലേ. അല്ലംതഹു ഉമ്മുഹു കൈഫ യതീർ അല്ലേ. ഉസ്ഫൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തൊട്ട് താഴെയായിട്ട് പുതിയൊരു പാഠത്തിലേക്ക് ഈ ഒരു സംഭവത്തിൽ തന്നെ പുതിയൊരു പാഠത്തിലേക്ക് പോവാണ്. മുകളിലെ രണ്ട് പ്രവർത്തനങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു പാഠത്തിലേക്ക് പോവാണ്. വലദുൻ മിസാലിയുൻ, അതായത് ഒരു മാതൃകയായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു മാതൃകാപരമായിട്ടുള്ള കുട്ടിയാണ്. നമുക്ക് നോക്കാം. ഖബല ഈദിൻ ദഹബ മിൻഹാജു മഅബിഹി ഇലാ മഹല്ലിൽ അഖ്മിശ എന്ന് പറഞ്ഞാൽ എന്താ? മഹല്ലിൽ അഖ്മിശ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ആണ്.
ടെക്സ്റ്റൈലിലേക്ക് എന്ത് ചെയ്തു നമ്മുടെ ഈ ഒരു ചെങ്ങായി എന്ത് ചെയ്യാണ് മിൻഹാജ് പെരുന്നാളിന്റെ മുന്നേ പോവാണ് അല്ലെ എന്ന് പറഞ്ഞ പാന്റും അതേപോലെ തന്നെ കുപ്പായവും എന്ത് ചെയ്തു വാങ്ങിക്കൊടുത്തു. ആരാ വാങ്ങിക്കൊടുത്തു? ഉപ്പ അല്ലെ. ഖറജ മിൻഹാജ് മിനൽ മഹൽ, അങ്ങനെ അതൊക്കെ വാങ്ങി മിൻഹാജ് എന്ത് ചെയ്തു പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ അങ്ങനെ പുറത്ത് വന്ന സമയത്ത് അവിടെ എന്ത് ചെയ്തു, അവിടെ ഒരു കുട്ടിയെ കണ്ടു. ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. യഖിഫു എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. മഅ ഉമ്മിഹി, ഉമ്മയുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ. കാന ഖമീസുഹു ഖദീമൻ, അവന്റെ കുപ്പായ നോക്കുമ്പോ, അവന്റെ ഷർട്ട് നോക്കുമ്പോ അത് കുറെ പഴയ ഷർട്ടാണ്. ഷർട്ട് നോക്കുമ്പോ ഫഹസിന മിൻഹാജ്, അപ്പൊ മിൻഹാജിന് അത് കണ്ടിട്ട് ഭയങ്കര വിഷമയേ. അങ്ങനെ അവന്റെ കയ്യില് അവന്റെ ഫാദർ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കുപ്പായ എടുത്തിട്ട് ഓന് കൊടുത്തു അല്ലെ. സ്വാറൽ വലതു മസ്റൂറൻ, അപ്പൊ ആ ഒരു കുട്ടിക്ക് എന്തിയായി? ഭയങ്കര സന്തോഷായേ. അബു മിൻഹാജൻ ഇലൈഹി, അങ്ങനെ മിൻഹാജിന് എന്ത് ചെയ്തു, മിൻഹാജിനെ ആ ഒരു മിൻഹാജിന്റെ ഉപ്പ എന്ത് ചെയ്തു, കെട്ടി അങ്ങോട്ട് പിടിച്ചു അല്ലെ. വഖാല, എന്നിട്ട് പറഞ്ഞു അഹ്സൻത യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ ഉഷാറായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു ഉപ്പ, അവനൊരു ഖമീസ് അതിന് ശേഷം അവന് വാങ്ങി കൊടുക്കുകയും ചെയ്തു. യെസ്, അത് കഴിഞ്ഞ് നേരെ അവൾ അടുത്തേക്ക് പോകാൻ ഇവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇലാ ഐന ദഹബ മിൻഹാജ് എവിടെയും എവിടേക്കാണ് പോയത്? മിൻഹാജ് എങ്ങോട്ടാ പോയത്? നമുക്കറിയാം അല്ലെ, ടെക്സ്റ്റൈൽസിലേക്കാണ്. ടെക്സ്റ്റൈൽസിന് എന്താ പറയുന്നത്? ടെക്സ്റ്റൈൽസിന് മഹല്ലിൽ അഖ്മിശ അല്ലെ. പിന്നെ അടുത്ത ചോദ്യം, മാദാ ഇസ്തറാലഹുൽ അബ് എന്താണ് അവന് വാങ്ങിക്കൊടുത്തത്? ഒരു ബൻതലൂനും ഒരു ഖമീസും അല്ലെ. ലിമ ഹസിന മിൻഹാജ്, മിൻഹാജിന് എന്താണ് വിഷമം ഉണ്ടാക്കാനുള്ള കാരണം അല്ലെ? ആ കുട്ടിയുടെ ഡ്രസ്സ് കണ്ടിട്ടാണ് അല്ലെ. ഓക്കെ, റെഡി. അടുത്ത നേരം നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഇവിടെ മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മാളി മുദാരിഅ അല്ലെ. മാളി മുദാരിഅ എന്ന് പറഞ്ഞാൽ എന്താ? പോയി. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു അല്ലെ. ദഹബ പോയി, യദ്ഹബു പോകുന്നു അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ, ഇത് നോക്കാം അല്ലെ. ഖറജ അല്ലെ. ഖറജ എന്താ വരിക? യഖ്റുജു അല്ലെ. ഹസിന എന്താ വരിക? യഹ്സനു അല്ലെ. വഖഫ എന്ത് വരും? യഖിഫു വരും. ഖാല എന്ത് വരും? ഖാല യഖൂലു വരും അല്ലെ. അഅത എന്ത് വരും? അഅത യുഅതി വരും. ഇസ്തറ എന്താ വരുന്നത്? ഇസ്തറ യസ്തരി എന്ന് വരും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ ചെറിയൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. യൗമൻ കാന റജുലുൻ യംശി യത്ലുബുൽ മാ, നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു ചങ്ങായി എന്ത് ചെയ്യാണ്, രാവിലെ, ഒരു സുഹൃത്ത് എന്നല്ല കേട്ടോ, റജുലുൻ എന്ന് പറഞ്ഞാൽ ഒരു ആളാണ്, ഒരു ആണാണ്. ആണുങ്ങൾക്ക് പറയുന്ന പേരാണ് റജുൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ യംശി യത്ലുബുൽ മാ, അവൻ എന്ത് ചെയ്യാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ നടക്കുന്നത്? അവന് എന്തോ അന്വേഷിച്ചാ നടക്കുന്നത്. യത്ലുബുൽ മാ, വെള്ളം അന്വേഷിച്ച് എന്ത് ചെയ്യാണ്, ആ ചങ്ങായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ സുൻബൂറൻ, അവൻ എന്ത് ചെയ്തു, അവനൊരു പൈപ്പ് ഉണ്ട് അവിടെ. അങ്ങനെ അവൻ അവിടുന്ന് വെള്ളം കുടിച്ചു. അപ്പോഴാണ് അവിടെ ഒരു ഡോഗിനെ, ഒരു നായയെ അവൻ അവിടെ ശ്രദ്ധിച്ചത്. അവൻ എന്താണ്, വളരെ വിശന്നല്ല, ദാഹിച്ചിങ്ങനെ കിടക്കാണ്. അങ്ങനെ അയാൾ വെള്ളം എടുത്തിട്ട് ആ ഒരു നായക്ക് കൊടുത്തു. സാറൽ കൽബ് മസ്റൂറൻ, അങ്ങനെ ആ ഒരു നായക്ക് എന്തായി, ഭയങ്കര സന്തോഷമായി അല്ലെ. അങ്ങനെ ഒരു നമ്മൾ പഴയ ഈ ഹദീസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നായക്ക് ശൂലാക്കിയിട്ട് വെള്ളം കൊടുത്ത കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കഥകളൊക്കെ അല്ലെ മദ്രസകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. യെസ്, അത് കഴിഞ്ഞ നേരം നമ്മൾ ഇവിടുത്തെ പോവാണ്. അടുത്ത ഇവിടെ ഇടാ മക്കളെ, മാളിയായ പദത്തിന് നിങ്ങൾ മഞ്ഞ കളറും മുദാരിയായ പദത്തിന് നിങ്ങൾ പച്ച കളറും കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അല്ലെ. സഖത്ത, കണ്ടോ, സഖത്ത യസ്ഖുതു അല്ലെ. സഖത്ത യസ്ഖുതു, അങ്ങനെ മഞ്ഞ കളർ അടിച്ചു കൊടുക്കുക അല്ലെ. നമുക്ക് മഞ്ഞ കളർ ഉണ്ടോ നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് മഞ്ഞ എടുത്തു, ഇതിൻ്റെ അകത്ത് ഇടുന്ന കളർ കിട്ടുക. മഞ്ഞ കളർ ഉണ്ടോ? മഞ്ഞല്ലടാ, പച്ചയുള്ളൂ. മഞ്ഞ ബൾബുകൾ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സറഅക്ക് അടിച്ചു കൊടുക്കാം, ബദഅക്ക് അടിച്ചു കൊടുക്കാം,
ഹസിനക്ക് അടിച്ചു കൊടുക്കാം, റജഅക്ക് അടിച്ചു കൊടുക്കാം അല്ലെ. പിന്നെ ഏതാ അഖദക്ക് അടിച്ചു കൊടുക്കാം അല്ലെ. ഇനി പച്ചക്കളറാണ്, പച്ചക്കളർ ഏതിനൊക്കെ അടിച്ചു കൊടുക്കാം, യഹ്സനൂൻ അടിച്ചു കൊടുക്കാം, യബ്ദഊൻ അടിച്ചു കൊടുക്കാം, യസ്റഊൻ അടിച്ചു കൊടുക്കാം, യഖുദൂൻ അടിച്ചു കൊടുക്കാം, യർജിഊൻ അടിച്ചു കൊടുക്കാം അല്ലെ. ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കാം നമുക്ക്. പച്ചക്കളർ, മഞ്ഞ കളർ ഇതിനൊക്കെ അടിച്ചു കൊടുക്കാം അല്ലെ. അപ്പൊ എന്താ സഖത്ത, സഖത്ത. പിന്നെന്താ യസ്ഖുതു, സഖത്ത എന്ന് പറഞ്ഞാൽ വീണു, യസ്ഖുതു എന്ന് പറഞ്ഞാൽ വീഴുന്നു, വീഴുന്നു, നടന്നുകൊണ്ടിരിക്കുകയാണ്, വീഴാണ്. നമ്മളിങ്ങനെ കാണുകയാണ്, ഒരു മനുഷ്യൻ ഇങ്ങനെ വീഴുന്ന നമ്മളിങ്ങനെ കാണുന്നതാണ് എന്താണ് യസ്ഖുതു അല്ലെ. സഖത്ത എന്ന് പറഞ്ഞാൽ വീണ്, ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കിളി നിലത്ത് വീണ് കിടക്കുകയാണ്. ആ വീണ് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്, വീണ് കിടക്കുന്നത്, അതാണ് സഖത്ത. സഖത്ത ഒരു കിളി ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്, അതാണ് നമ്മൾ കാണുന്നത്. മോനെ അത് നോക്ക്, ഒരു കിളി അങ്ങനെ വീണോണ്ടിരിക്കുന്നു, അതാണ് യസ്ഖുതു. സഖത്ത യസ്ഖുതു. മാളി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, മുദാരി ഇതൊക്കെ നിങ്ങൾ ക്ലാസ് പറഞ്ഞായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. പിന്നെ അടുത്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് യുറത്തിബുൽ ജുമലു ഹത്താ തസീറുൽ ഖിസ്സ. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കണം മക്കളെ, ഈ ഒരു കഥയാണ്. ഒരു കഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ കാക്കയുടെ ഒരു കഥയാണ്. കാക്ക വിശന്നല്ലടാ, ദാഹിച്ച് വലഞ്ഞ് കാക്ക എന്ത് ചെയ്യാണ്, കാക്ക ഇങ്ങനെ പറന്ന് പോവാണ്. കാക്ക പറന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു കുപ്പി കാണും, കുപ്പിയിൽ കുറച്ച് വെള്ളമുണ്ട്. വെള്ളം കുപ്പിയിൽ നോക്കുമ്പോൾ കുപ്പിയിൽ താഴെയാ വെള്ളം ഉള്ളത്. കാക്കന്റെ കൊക്കൊന്നും ഇട്ടിട്ട് കുപ്പിന്ന് കാക്കന്റെ കൊക്കൊന്നും ഇട്ടിട്ട് കുപ്പിന്ന് കുടിക്കാൻ പറ്റൂല. എങ്ങനെയാ പറ്റുക? കാക്ക കൈ കൊണ്ട് എടുത്ത് കുടിക്കാൻ പറ്റും? അതൊന്നും പറ്റൂല. അപ്പൊ കാക്ക ഇങ്ങനെ അന്വേഷിച്ച് ആലോചിച്ച്, അപ്പൊ അവിടെ ഒരു സ്ട്രോ കണ്ട്, ബുദ്ധിയുള്ള കാക്കയാ, നമ്മളെ പോലെ ഒന്നല്ല, ബുദ്ധിയുള്ള കാക്കയാ. കാക്ക എന്ത് സ്ട്രോ എടുത്തുകൊണ്ടോന്ന് അതിൻ്റെ അകത്ത് കുത്തിയിട്ട് വലിച്ചു കുടിച്ച്. യജാതി കാക്ക, എന്താ പറയാ, പ്രോ കാക്കയാ, പ്രോ മാക്സ് കാക്ക, കിട്ടില്ല കാക്ക അല്ലെ, കിട്ടില്ല കാക്ക. അപ്പൊ നമ്മളെ പരിപാടി വരഞ്ഞു വരലിൻ്റെ അകത്ത് മയച്ചാട്ടെ, വരയണ്ട. യെസ്. അപ്പൊ നമ്മളെ പരിപാടി എന്താണെന്ന് മക്കളെ, ഇത് യോജിപ്പിച്ചു കൊടുക്കാന്ന്. അതിശ ഉറാബ് ഇങ്ങനെ ദാഹിച്ചെല്ലാം കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേതാ അതിശ ഉറാബ് എന്ന് പറയുന്നത് ഏതാ? ഇത് തന്നെയാണ് അല്ലെ. പിന്നെ ഫശരിബ മാഅൻ, അങ്ങനെ വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിക്കുന്നത് ഏതാ? ഇതാണ് അല്ലെ. റഅ ഖാറൂറ, അവൻ എന്ത് ചെയ്യാണ്, ഒരു കുപ്പി കാണുക, ഒരു കുപ്പി എന്ത് ചെയ്യാണ്, ഒരു കുപ്പി കാണുന്നുണ്ട് അല്ലെ. പിന്നെന്താ വെള്ളം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് അല്ലെ. അഹദൽ ഉറാബു മാസത്ത്, അങ്ങനെ ഉറാബ് എന്ത് ചെയ്യാണ്, ഒരു അല്ലെ, ഒരു സ്ട്രോ ആയിട്ട് വരികയാണ്. ഫീഹാ മാഉൻ ഖലീലുൻ, ഒന്ന് വിട്ടുപോയിട്ടുണ്ടല്ലോ അല്ലെ. ഓക്കെ റെഡി. ഇതാണ് സംഭവം. സെറ്റല്ലേ അല്ലേ, സെറ്റല്ലേ. അപ്പൊ ഒരു സ്ട്രോ കണ്ടു, ആ സ്ട്രോ അതിൻ്റെ അകത്തേക്ക് ഇട്ടു, സ്ട്രോ എടുത്തിട്ട് വെള്ളം കുടിച്ചു. അത്രയൊന്നും വേറൊന്നുമില്ല, നമ്മൾ കാര്യം വേറൊന്നും പറയാനൊന്നുമില്ല. ഈ പാഠം ഇതോടുകൂടി അവിടെ തീർന്നിട്ടുണ്ട് അല്ലെ. ഈ ഒരു പാഠത്തിന്റെ ഏറ്റവും അവസാനത്തിൽ, എല്ലാ പാഠത്തിന്റെ അവസാനത്തിൽ മക്കളെ പുതിയ പദങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പുതിയ പദങ്ങളൊക്കെ എന്ത് ചെയ്യുക, മക്കൾ നന്നായിട്ടൊന്ന് നോക്കി വെക്കുക, ഈ പദങ്ങളൊക്കെ പഠിക്കുക. ഇതേപോലെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പരീക്ഷയിൽ, 3ാം ക്ലാസ്സിന്റെ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രകഥകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതില് ഈ വരുന്ന ഓണപരീക്ഷയിൽ എന്തായാലും മാളിയും മുദാരിയും ആയിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് തന്നിട്ട് നമ്മളോട് യോജിപ്പിക്കാൻ വേണ്ടി പറയുന്നുള്ള കാര്യം ഉറപ്പാണ്, ഇമ്പോർട്ടന്റ് ആണ്. എഴുതി വെച്ചോ, പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു 2024 നടക്കുന്ന ഓണപരീക്ഷയിലെ 3ാം ക്ലാസ്സിന്റെ ഓണപരീക്ഷയില് മാളി മുദാരി ആയിട്ട് ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് തന്നിട്ട് അത് ഓർഡർ ആക്കാൻ വേണ്ടി ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എഴുതി വെച്ചപ്പോൾ ഉറപ്പ് അത് വരും ഉറപ്പാണ്. പിന്നെ നമ്മളോട് ഒരു ഹിവാർ ചോദിക്കും, എന്തായാലും ഒരു ഹിവാർ ചോദിക്കും. അതേപോലെ തന്നെ നമ്മളോട് കലിമാത്തു തഹ്ദീബികൾ ചോദിക്കും, ഇതൊക്കെ ചോദിക്കും ഉറപ്പാണ്. അപ്പൊ ഈ ഒരു പാഠത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. ഇത് റിവിഷൻ ആയിട്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയതാണ്. സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് പാർട്സ് നമ്മൾ ചെയ്യും. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളത് ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് സെറ്റായിട്ട് പഠിക്കുക, അടിച്ചു പൊളിക്കുക. വേറെ സംഭവമൊന്നുമില്ല. ഞാൻ ചോറ് തിന്നിട്ടില്ല. നിങ്ങൾക്ക് രാത്രി ചോറാന്നില്ല, ഞാൻ ചോറൊന്നല്ല തന്നാല് രാത്രി എന്തെങ്കിലും പറയുമ്പോൾ ചോറ് തിന്നിട്ടില്ല എന്നങ്ങനെ പറയാ. ഞങ്ങളൊക്കെ ചോറാന്നില്ല, രാത്രി ചോറ് തിന്നരുതെന്ന് പറയുന്നൊക്കെ, രാത്രി ചോറ് തിന്നണമെന്ന് പറയുന്നൊക്കെ. ഏതാ ചെയ്യേണ്ടതെന്ന് പാർക്കറിയല്ലേ. എന്തായാലും എന്താ, വയറ് നിറഞ്ഞാൽ മതി, അങ്ങനെയല്ലേ, നമുക്ക് വയറ് നിറഞ്ഞാൽ മതി ചോറ് അല്ലേ. റെഡി. അപ്പോൾ എന്തിനായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ചക്രമക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ താഴത്തോട് നമ്മളെ നമ്പർ പോകുന്നുണ്ട്. ആ നമ്പറിൽ കുത്തിക്കഴിഞ്ഞാൽ, നമ്മളെ നമ്പറിൽ കുത്തിക്കഴിഞ്ഞിട്ട് ഹായ് അയച്ചു കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും മെസ്സേജ് ആയിട്ട്. അതിൽ നിങ്ങൾക്ക് കയറാം. പിന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ട്, ഷമീൽ തറോൽ എന്നാണ് ഇൻസ്റ്റഗ്രാമിന്റെ ID. അപ്പൊ അതിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് ഫോളോ ഒക്കെ ചെയ്യണ്ടേ.
പിന്നെ നമുക്ക് വാട്സപ്പിന് ഒരു ചാനൽ ഉണ്ട്. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ നമ്മളുടെ ഇങ്ങനെ കോപ്രായങ്ങൾ ജസ്റ്റ് ഫോർ എ ഫൺ അതിന് വേണ്ടിയിട്ടാണ് വാട്സപ്പ് ചാനൽ. വെറുതെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയും, കുറെ ആൾക്കാർ ചിരിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും, അത്ര തന്നെ ഡെയിലി കാര്യങ്ങൾ. ഓക്കെ, റെഡി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കണം. അവരോടൊക്കെ പറയണം ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്ന് പറയണം. ഈ ഒരു ചാനൽ അറബിക്ക് മാത്രമല്ല എല്ലാ വിഷയങ്ങളും വരും. പരീക്ഷയ്ക്ക് അടുപ്പിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നമ്മുടെ ചാനലുകൊണ്ട് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എന്തായാലും നിങ്ങളെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ അയച്ചു കൊടുക്കണം. അവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അവരോട് പറയുകയും വേണം. പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് വേർഡ്സ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ വരും. ഇമ്പോർട്ടന്റ് വേർഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. നിങ്ങൾക്ക് 2ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ 4ാം ക്ലാസ്സിലോ കൂട്ടുകാരോട് ചോദിച്ചോ, ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടും ഉറപ്പാ. ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ കൊണ്ട് പഠിക്കുന്നുണ്ടോ, ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പൊ സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യുക, അവർക്കൊക്കെ നമ്മുടെ ചാനലുകളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. സെറ്റാക്കുക, അടിപൊളിയാക്കുക, പവറാക്കുക, ഉഷാറാക്കുക. പേടിക്കൊന്നും വേണ്ട. പരീക്ഷ ഉണ്ട്, ഓണപ്പരീക്ഷയാണ്, അതാണ്, ചക്കയാണ്, മാങ്ങയാണ് എന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും വലിയ സംഭവമൊന്നുമില്ല. പരീക്ഷ ഇന്ന് വരും, നാളെ പോകും, അത്രേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതൊക്കെ പഠിച്ച് സെറ്റാക്കിയാൽ മതി, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഇവിടെ ബൈ ബൈ, ടാറ്റാ, കട്ടെ.